15 എക്സൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ബിഗിനർ ടു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 15 എണ്ണം. അതായത് സം, ഇഫ്, ആവറേജ്, കൗണ്ട്, കൗണ്ട് ഇഫ്, കൗണ്ട് ബ്ലാങ്ക്, വീലുക്ക പോലെയുള്ള എക്സൽ ഫംഗ്ഷൻസ് അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് ഇവ സോൾവ് ചെയ്യുന്നത് നോക്കാം. ഈ വർക്ക് ബുക്ക് ഒന്ന് ശ്രദ്ധിക്കുക. 3 വർക്ക് ഷീറ്റുകളുണ്ട് ഈ വർക്ക് ബുക്കിൽ. ആദ്യത്തേത് എംപ്ലോയീസ്, രണ്ടാമത്തേത് അറ്റൻഡീസ്, മൂന്നാമത്തേത് സ്റ്റുഡൻസ്. എംപ്ലോയീസ് എന്ന ആദ്യത്തെ വർക്ക്ഷീറ്റിൽ വരുന്നു. ഒരു ചെറിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 25 ആളുകളുടെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ടേബിൾ ഇവിടെ കാണാം. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ എംപ്ലോയി ഐ ഡി, രണ്ടാമത്തെ കോളത്തിൽ എംപ്ലോയിയുടെ പേര്, മൂന്നാമത്തെ കോളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ്, നാലാമത്തെ കോളത്തിൽ സാലറി, അഞ്ചാമത്തെ കോളത്തിൽ ഹൈക്ക് പെർസെൻറ്റേജ്, അതായത് ശമ്പളത്തിൽ എത്ര ശതമാനം വർധനവ് വന്നു എന്നുള്ള ഡീറ്റെയിൽസ്, അതിനടുത്ത കോളം ന്യൂ സാലറി. ഈ കോളത്തിലെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ഈ കോളം ബ്ലാങ്ക് ആണ്. ഇനി വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ ഇവിടെ കാണാം. ആദ്യത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ന്യൂ സാലറി ഫോർ ഈച്ച് എംപ്ലോയി. ഇവിടെ സാലറി എന്ന കോളത്തിലുള്ളത് ഓരോ എംപ്ലോയിയുടെയും ഇപ്പോഴത്തെ സാലറിയാണ്. അതിനടുത്ത കോളത്തിൽ ഹൈക്ക് പെർസെൻറ്റേജ് കാണാം, അതായത് ശമ്പളത്തിൽ എത്ര ശതമാനം വർധനമുണ്ടായെന്നുള്ള ഡീറ്റെയിൽസ് കാണാം. ഇനി ഓരോ എംപ്ലോയിക്കും ഇൻക്രിമെൻറ്റ് കിട്ടിയതിന് ശേഷമുള്ള ന്യൂ സാലറി കണ്ടെത്തണം. ആലിസിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 50,000 രൂപയാണ്. 10% ഇൻക്രിമെൻറ്റ്. പുതിയ സാലറി കണ്ടെത്താനായിട്ട് ഈക്വൽ കറൻറ്റ് സാലറി, അതായത് ഇപ്പോഴത്തെ സാലറി ഉള്ള സെല്ല് സെലക്ട് ചെയ്യുക, പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, വീണ്ടും ഇപ്പോഴത്തെ സാലറി ഉള്ള സെല്ല് സെലക്ട് ചെയ്യുക, മൾട്ടിപ്ലൈഡ് ബൈ ഇൻക്രിമെൻറ്റ് പെർസെൻറ്റേജ് കൊടുത്തിരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക, പെർസെൻറ്റേജ് സൈൻ ആഡ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, പുതിയ സാലറി കിട്ടി 55,000. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, ഓരോ എംപ്ലോയിയുടെയും പുതിയ സാലറി കിട്ടി. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ടോട്ടൽ പേറോൾ എക്സ്പെൻസ്. അതായത് ഈ 25 എംപ്ലോയീസിനും സാലറി കൊടുക്കാനായിട്ട് കമ്പനിക്ക് എത്ര രൂപ ചെലവുണ്ടെന്നുള്ളത് കണ്ടെത്തണം. അതിനുവേണ്ടി ഈക്വൽ സം ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പുതിയ സാലറി ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. 17,18,725 രൂപ. മൂന്നാമത്തെ ചോദ്യം, ആവറേജ് സാലറി ഓഫ് എംപ്ലോയീസ്. അതായത് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ശരാശരി വരുമാനം. ഒരു ഡേറ്റാ സെറ്റിലുള്ള സംഖ്യകളുടെ ആവറേജ് കണ്ടെത്താനായിട്ട് നമുക്ക് ആവറേജ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഈക്വൽ ആവറേജ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സാലറി കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, എംപ്ലോയീസിൻ്റെ ആവറേജ് സാലറി ആയി. അടുത്തത് ലോവസ്റ്റ് സാലറി, അതായത് ഈ സാലറികളിലെ ഏറ്റവും കുറഞ്ഞ സാലറി. ഏറ്റവും കുറഞ്ഞ സാലറി എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കുക. ഒരു ഡേറ്റാ സെറ്റിലെ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് മിൻ. ഈക്വൽ മിൻ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സാലറി കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ലോവസ്റ്റ് സാലറി കിട്ടി. അടുത്ത ചോദ്യം, ഹയസ്റ്റ് സാലറി ഇൻ ദ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. HR, IT, ഫൈനാൻസ്, മാർക്കറ്റിംഗ് എന്നിങ്ങനെ 4 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഈ കമ്പനിയിൽ. അവയിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും കൂടിയ സാലറി അത് കണ്ടെത്താനായിട്ട് ഈക്വൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് മാക്സിഫസ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മാക്സിഫസ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് മാക്സ് റേഞ്ച്. സാലറി കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ റേഞ്ച് 1. ഇവിടുത്തെ ക്രൈറ്റീരിയ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ആ ക്രൈറ്റീരിയ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുള്ള കോളത്തിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ 1. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനാൻസ് ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ. ഡബിൾ കോട്ട്സ്, ഫൈനാൻസ്, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഉയർന്ന സാലറി നമുക്ക് കിട്ടി. ഇനി ഉത്തരം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഫൈനാൻസ് എന്ന ടെക്സ്റ്റുള്ള ഏതെങ്കിലും ഒരു സെല്ല് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫിൽറ്റർ ബൈ സെലക്റ്റഡ് സെൽസ് വാല്യൂ. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സ് ആണിത്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഉയർന്ന സാലറി കാണാം, 1,06,275 രൂപ. ഫിൽറ്റർ റിമൂവ് ചെയ്യാനായിട്ട് ഡേറ്റ,
ഫിൽറ്റർ. അടുത്ത വർക്ക്ഷീറ്റിൽ വരുന്നു. ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ ടേബിളിലുള്ളത്. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ പേര്, രണ്ടാമത്തെ കോളത്തിൽ പ്രായം, മൂന്നാമത്തെ കോളത്തിൽ ഇമെയിൽ ഐ ഡി. ശ്രദ്ധിക്കുക, ഇതിൽ ചില ആളുകൾ അവരുടെ പ്രായവും ഇമെയിൽ ഐ ഡിയും ഷെയർ ചെയ്തിട്ടില്ല. ഇനി വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണാം. ഒന്നാമത്തെ ചോദ്യം ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിൻ്റെ പേരുകളുള്ളത് ഈ ടേബിളിലെ ആദ്യത്തെ കോളത്തിലാണ്. സോ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ ഒരു ഡേറ്റ റേഞ്ചിലെ നോൺ ബ്ലാങ്ക് സെൽസ് അഥവാ ഡേറ്റയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് കൗണ്ട് എ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 12. അടുത്ത ചോദ്യം ഹൗ മെനി കാൻഡിഡേറ്റ്സ് ഹാവ് ഷെയർഡ് ദ ഇൻഫർമേഷൻ അബൌട്ട് ഏജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആളുകളും പ്രായവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടില്ല. പ്രായം ഷെയർ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് ഈക്വൽ ഒരു ഡേറ്റ റേഞ്ചിൽ സംഖ്യകളുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് കൗണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പ്രായം കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നോക്കുക, 9 ആളുകളാണ് അവരുടെ പ്രായത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ബീൻ ഷെയർഡ് ദ ഇമെയിൽ അഡ്രസ്, അതായത് ഇമെയിൽ ഐ ഡി ഷെയർ ചെയ്യാത്ത ആളുകളുടെ എണ്ണം. ടേബിളിലെ മൂന്നാമത്തെ കോളത്തിലാണ് ഇമെയിൽ ഐ ഡി ഉള്ളത്. ഈ കോളത്തിലെ ബ്ലാങ്ക് സെല്ലുകളുടെ എണ്ണം കണ്ടെത്തി കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡി ഷെയർ ചെയ്യാത്ത ആളുകളുടെ എണ്ണമായി. അതിനുവേണ്ടി ഈക്വൽ ഒരു ഡേറ്റ റേഞ്ചിലെ ബ്ലാങ്ക് സെല്ലുകളുടെ എണ്ണം കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് കൗണ്ട് ബ്ലാങ്ക്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. പ്രോഗ്രാം അറ്റൻഡ് ചെയ്തവരിൽ 4 ആളുകൾ അവരുടെ ഇമെയിൽ ഐ ഡി ഷെയർ ചെയ്തിട്ടില്ല. അടുത്ത ചോദ്യം ഹൗ മെനി കാൻഡിഡേറ്റ്സ് ആർ 40 ഇയേഴ്സോ ഓൾഡർ, അതായത് പ്രായം ഷെയർ ചെയ്ത ആളുകളിൽ എത്ര പേര് 40 അതിനു മുകളിലോ പ്രായമുള്ളവരാണ്. ഇതിനുത്തരം കണ്ടെത്താനായിട്ട് ഈക്വൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് കൗണ്ട് ഇഫ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കൗണ്ട് ഇഫ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്, പ്രായം കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ഡബിൾ കോട്ട്സ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. 3 ആളുകൾ 40 അതിനു മുകളിലോ പ്രായമുള്ളവരാണ്. അടുത്ത ചോദ്യം മെയിൽ ഐ ഡി ഓഫ് അർജുൻ തിലകൻ, അതായത് ഈ കാൻഡിഡേറ്റ്സിലെ അർജുൻ തിലകൻ എന്ന കാൻഡിഡേറ്റിൻ്റെ മെയിൽ ഐ ഡി കണ്ടെത്തണം. ഇതിനുവേണ്ടി നമുക്ക് വി ലുക്കപ്പ് ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. ഈക്വൽ വി ലുക്കപ്പ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. വി ലുക്കപ്പ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ, അർജുൻ തിലകനാണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ. ഡബിൾ കോട്ട്സ്, അർജുൻ തിലകൻ, ഡബിൾ കോട്ട്സ്, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ടേബിൾ അറേ, ഡേറ്റയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കോമ, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് കോളം ഇൻഡെക്സ് നമ്പർ, ഇമെയിൽ ഐ ഡി ഉള്ളത് ഈ ടേബിളിലെ മൂന്നാമത്തെ കോളത്തിലാണ്, 3, കോമ, എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നമുക്ക് അർജുൻ തിലകൻ്റെ ഇമെയിൽ ഐ ഡി ആയി. അടുത്ത വർക്ക്ഷീറ്റ് സ്റ്റുഡൻസ്. മാത്തമാറ്റിക്സ്, സയൻസ്, ഇംഗ്ലീഷ് എക്സാംസിന് കുറച്ച് വിദ്യാർത്ഥികൾ നേടിയ സ്കോറുകളാണ് ഈ ടേബിളിലുള്ളത്. ഇനി ഈ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കുക. ഒന്നാമത്തെ ചോദ്യം ഡിസ്പ്ലേ പാസ് ഫോർ സ്റ്റുഡൻസ് ഹു സ്കോർഡ് 50 ഓർ മോർ ആൻഡ് ഫെയിൽ ഫോർ അതേഴ്സ്, അതായത് ഈ വിദ്യാർത്ഥികളിൽ 50 അതിന് മുകളിലോ മാർക്ക് നേടിയ ആളുകൾക്ക് നേരെ പാസ് എന്നും അല്ലാത്ത ആളുകൾക്ക് നേരെ ഫെയിൽ എന്നും ഡിസ്പ്ലേ ചെയ്യാം. ഇതിനുവേണ്ടി നമുക്ക് എക്സലിലെ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ജോണിൻ്റെ മാത്തമാറ്റിക്സ് എക്സാമിൻ്റെ സ്കോർ 50 അതിന് മുകളിലോ ആണെങ്കിൽ പാസ് എന്നും അല്ല എങ്കിൽ ഫെയിൽ എന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈക്വൽ ഇഫ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇഫ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ്. ജോണിൻ്റെ സ്കോർ 50 അല്ലെങ്കിൽ അതിന് മുകളിലാണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി സ്കോർ കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50, കോമ, ഈ ഫംഗ്ഷനിലെ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് അഥവാ രണ്ടാമത്തെ ഇൻപുട്ട് വാല്യൂ ഇഫ് ട്രൂ, അതായത് ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. ഈ സ്കോർ 50 അല്ലെങ്കിൽ അതിന് മുകളിലോ ആണെങ്കിൽ പാസ് എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് പാസ്, ഡബിൾ കോട്ട്സ്, കോമ, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ഫോൾസ്. ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. സ്കോർ 50-ൽ താഴെയാണെങ്കിൽ ഫെയിൽ എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് ഫെയിൽ,
ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ജോണിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ സ്കോർ 50-ന് മുകളിലാണ്, അതുകൊണ്ടാണ് ഇവിടെ പാസ് എന്ന് വന്നത്. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ആലീസിൻ്റെ സ്കോർ 50-ൽ താഴെയാണ്, ഇവിടെ ഫെയിൽ എന്ന് വന്നാൽ കാണാം. ഫ്രാങ്കിൻ്റെ സ്കോർ നോക്കുക, 41, ഫെയിൽ. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം നമ്മൾ സോൾവ് ചെയ്തു. അടുത്തത് ഹൗ മെനി സ്റ്റുഡൻസ് ഫെയിൽഡ്, അതായത് ഈ ടേബിളിൽ നിന്ന് ഫെയിലായ സ്റ്റുഡൻസിൻ്റെ എണ്ണം കണ്ടെത്തണം. അതിനുവേണ്ടി ഈക്വൽ കൗണ്ടിഫ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കൗണ്ടിഫ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്. ഈ കോളത്തിൽ ഫെയിൽ എന്ന ടെക്സ്റ്റ് എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ ഈ കോളമാണ് ഇവിടുത്തെ റേഞ്ച്. ഈ കോളം സെലക്ട് ചെയ്യുന്നു, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ. ഫെയിൽ എന്ന ടെക്സ്റ്റാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ഡബിൾ കോട്ട്സ്, ഫെയിൽ, ഡബിൾ കോട്ട്സ്, എൻ്റർ. നോക്കുക, 7 വിദ്യാർത്ഥികളാണ് ഫെയിലായത്. അടുത്തത് കാൽക്കുലേറ്റ് ദ ആവറേജ് സ്കോർ ഫോർ സയൻസ് എക്സാം, അതായത് സയൻസ് എക്സാമിന് വിദ്യാർത്ഥികൾ നേടിയ ശരാശരി മാർക്ക്. ഈക്വൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളിലെ വാല്യൂസിൻ്റെ ആവറേജ് കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് ആവറേജ് ഇഫ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആവറേജ് ഇഫ് ഫംഗ്ഷനിൽ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്. സയൻസ് എക്സാമിൻ്റെ ആവറേജ് സ്കോറാണ് നമുക്ക് കണ്ടെത്തേണ്ടത്, അതായത് സയൻസ് ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ അഥവാ ഈ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് സബ്ജക്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുള്ള സെല്ലുകളിലാണ്. സബ്ജക്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ. സയൻസ് ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ഡബിൾ കോട്ട്സ്, സയൻസ്, ഡബിൾ കോട്ട്സ്, കോമ, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ആവറേജ് റേഞ്ച്. സ്കോർ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. സയൻസ് എക്സാമിൻ്റെ ആവറേജ് സ്കോറായി. അടുത്തത് ഫൈൻഡ് ദ ലോവസ്റ്റ് സ്കോർ ഫോർ മാത്തമാറ്റിക്സ് എക്സാം, അതായത് മാത്തമാറ്റിക്സ് എക്സാമിന് ഒരു വിദ്യാർത്ഥി നേടിയ ഏറ്റവും കുറഞ്ഞ സ്കോർ കണ്ടെത്തുക. ഈക്വൽ മിൻ ഇഫസ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മിൻ ഇഫ്സ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് മിൻ റേഞ്ച്. സ്കോർ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ റേഞ്ച് 1. മാത്തമാറ്റിക്സ് ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് സബ്ജക്ട്സിൻ്റെ പേര് കൊടുത്തിട്ടുള്ള സെല്ലുകളിലാണ്. സബ്ജക്റ്റ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, ക്രൈറ്റീരിയ 1. മാത്തമാറ്റിക്സ് ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. മാത്തമാറ്റിക്സ് എക്സാമിന് ഒരു വിദ്യാർത്ഥി നേടിയ ഏറ്റവും കുറഞ്ഞ സ്കോർ കിട്ടി. വളരെ പെട്ടെന്ന് ഈ റിസൾട്ട് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. മാത്തമാറ്റിക്സ്, റൈറ്റ് ക്ലിക്ക്, ഫിൽറ്റർ, ഫിൽറ്റർ ബൈ സെലക്റ്റഡ് സെൽസ് വാല്യൂ 35. അടുത്ത ചോദ്യം, കൗണ്ട് ഓഫ് സ്റ്റുഡൻസ് ഹു സ്കോർഡ് 80 ഓർ മോർ ഫോർ ഇംഗ്ലീഷ് എക്സാം, അതായത് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് 80 അതിനു മുകളിലോ മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം. ഈക്വൽ നമ്മൾ പറയുന്ന 2 അതിലധികമോ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് കൗണ്ടിഫസ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കൗണ്ടിഫസ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയ റേഞ്ച് 1. ഇംഗ്ലീഷ് എക്സാം ആണ് ഇവിടുത്തെ ഒന്നാമത്തെ ക്രൈറ്റീരിയ. ആ ക്രൈറ്റീരിയ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് സബ്ജക്ട്സിൻ്റെ പേര് കൊടുത്തിട്ടുള്ള സെല്ലുകളിലാണ്. സബ്ജക്റ്റ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, ക്രൈറ്റീരിയ 1. ഇംഗ്ലീഷ് ആണ് ഇവിടുത്തെ ഒന്നാമത്തെ ക്രൈറ്റീരിയ, കോമ, ക്രൈറ്റീരിയ റേഞ്ച് 2. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണ് ഇവിടുത്തെ രണ്ടാമത്തെ ക്രൈറ്റീരിയ. ആ ക്രൈറ്റീരിയ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് സ്കോർ കൊടുത്തിട്ടുള്ള സെല്ലുകളിലാണ്. സ്കോർ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ, ക്രൈറ്റീരിയ 2. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ. ഡബിൾ കോട്ട്സ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. 4 വിദ്യാർത്ഥികളാണ് ഇംഗ്ലീഷ് എക്സാമിന് 80 അതിൽ കൂടുതലോ മാർക്ക് നേടിയത്. ഈ റിസൾട്ട് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇംഗ്ലീഷ് എക്സാമിൻ്റെ റെക്കോർഡ്സാണ് ഈ കാണുന്നത്. 80-ന് മുകളിലുള്ള സ്കോറുകൾ നോക്കുക. 1, 2, 3, 4.
ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന എക്സൽ വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി എക്സൽ 1 നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഓൺലൈൻ എക്സൽ കോഴ്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു എക്സൽ ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.